തൊഴിലില്ലായ്മ പരിഹരിക്കണമെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്താ ചെയ്യാൻ സാധിക്കുന്നത്? കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് രാജ്യത്ത് കൂടുതൽ നിക്ഷേപം കൊണ്ടുവന്ന് രാജ്യത്ത് നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സാമാന്യ ബോധമുള്ള എല്ലാ സർക്കാരുകളും ചെയ്യേണ്ടത്. 100% ഞാൻ യോജിക്കുന്നു. നിങ്ങൾ ഉള്ള നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ തൊഴിലുടമകളെ തന്നെ ഇവിടുന്ന് ഓടിപ്പിക്കുന്ന സർക്കാർ എവിടെ ഭരിക്കുന്നത്? അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? നിങ്ങളെ സംസ്ഥാന സർക്കാർ 7 വർഷമായി പിണറായി വിജയൻ ഭരിക്കുന്നു. രാജ്യത്ത് വന്നിട്ടുള്ള FDIയിൽ എത്ര ശതമാനമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? എനിക്കറിയില്ല. അപ്പൊ രാജ്യത്ത് വിദേശ നിക്ഷേപം കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ വലിയ പരാജയമാണ്. ഇവിടെ ഫോറിൻ കമ്പനീസിന്റെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചത് ഒരു സെക്കൻഡ് എന്ന് പൂർത്തിയാക്കട്ടെ. ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ എത്ര കോർപ്പറേറ്റ് ടാക്സ്? 25%, 15%. ഇവിടെ ഇപ്പോഴും 35%. എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് നിക്ഷേപം വരിക? നമ്മൾ ആനുപാതികമായിട്ടുള്ള രീതിയിൽ ഇല്ലെങ്കിൽ പോലും ഒരു കുറവ് വരുത്തണ്ടേ? അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന നിക്ഷേപം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകില്ലേ? ഈ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന ബ്രസീൽ, റഷ്യ, ഇന്ത്യ, അതുപോലെ തന്നെ ചൈന, നമ്മുടെ സൗത്ത് ആഫ്രിക്ക, നിങ്ങൾ ഇവിടെ എല്ലാമുള്ള ഈ ബ്രിക്സ് രാജ്യങ്ങളിലെ കോർപ്പറേറ്റ് ടാക്സ് നിങ്ങൾ പരിശോധിക്ക്. ഇന്ത്യയിലാണ് ഇപ്പോഴും ഏറ്റവും അധികം ഉള്ളത്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. മനസ്സിലാക്കി കളഞ്ഞ നിങ്ങൾ ബാക്കിയുള്ള മുതലാളിമാരെ കുറിച്ച് വിട്. കേരളത്തിലെ ചില മുതലാളിമാർ നടത്തുന്ന വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ ഉണ്ടല്ലോ കേരളത്തിൽ. അവിടെ ഇപ്പോഴും 5000 രൂപയ്ക്ക് പണിയെടുക്കുന്ന, പ്രതിമാസം പണിയെടുക്കുന്ന നിരവധി ചെറുപ്പക്കാർ ഈ കേരളത്തിലുണ്ട്. റഹീമെ, നിങ്ങൾ DYFIക്ക് വേണ്ടി കൊടി പിടിച്ചിട്ടുണ്ട്. എറണാകുളത്തെ എടപ്പള്ളിയുള്ള വലിയ മാളുണ്ടല്ലോ, നിങ്ങൾ അതിനുള്ളിൽ കയറിയിട്ട് ചെറുപ്പക്കാർക്ക് കിട്ടുന്ന പൈസ എത്ര എന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് മറുപടി പറയും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?